എട്ടുതൈക്കൽ വിൻസെന്റിന്റെ വീട്. അതാരെന്ന് മനസ്സിലായോ? നമ്മുടെ സ്വന്തം ബിപിൻ ജോർജിന്റെ വീടാണ്. എല്ലാ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡുള്ള ആൾക്കാരല്ലേ. എന്ത് കിട്ടിയാലും ബോണസ് ആയിട്ട് വരുന്ന ഒരാളാണ് ഞങ്ങള്. ഞെട്ടിപ്പോയത് ഒരു ബെൻസ് വന്ന് നിൽക്കണം. അപ്പൊ ഞാൻ ബെൻസിലൊക്കെ ആരാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ നോക്കിയപ്പോ സായി ചേട്ടനും ബിന്ദു ചേച്ചിയും ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ മോഹൻലാലിന്റെയും അല്ലെങ്കിൽ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ ഒട്ടിച്ച ആ മതിലില് ഒരു പോസ്റ്റർ നമ്മുടെ ഒട്ടിച്ചത് തന്നെ നമുക്ക് വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. വിഷ്ണുവിന്റെ എന്റെ ജീവിതം മാറ്റിമറിച്ച ആളാണ്. അതിലെല്ലാം നന്ദി. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിൽ അപ്രാപ്യമായ ഒരു കാര്യം നടത്തി തന്നത് ഷാഫി സാറാണ്. അപ്പോൾ എന്നെ ഹീറോ ആയിട്ട് കാണുന്നുണ്ട്, ഹീറോ ആയിട്ട് പടങ്ങൾ വരുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിന് മുമ്പുള്ളൊരു വിഷൻ ഇല്ലേ, ഇയാള് ഹീറോ ആക്കാം എന്നുള്ളൊരു വിഷൻ ഷാഫി സാറൊക്കെ. അതാണ് വിഷൻ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യൽ. ഇന്ന് നമ്മളൊരു ഹോം ടൂറിലാണ്. ആരുടെ വീടാന്ന് അറിയാമോ? ദേ നോക്കിക്കേ, എട്ടുതൈക്കൽ വിൻസെന്റിന്റെ വീട്. അതാരെന്ന് മനസ്സിലായോ? യെസ്, നമ്മുടെ സ്വന്തം ബിപിൻ ജോർജിന്റെ വീടാണ്. ബിപിന്റെ മാളിക ബംഗ്ലോ ആണിത്. എന്താ പറയാ, എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം, ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ഇന്നിപ്പോ ഇവിടെ വന്ന് നിൽക്കാനും ഈ ഒരു ഹോം ടൂർ, ഈ ബിപിന്റെ ഈ ഒരു മാളിക ബംഗ്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒരു പ്രത്യേക എന്താ പറയാ ഭയങ്കര സന്തോഷവും വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലുമാണ് ഞാൻ. ബിപിന്റെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ ഞങ്ങൾ ഒരുമിച്ച് സൂര്യയിലെ പ്രോഗ്രാം ഒക്കെ ഒരുപാട് വർഷങ്ങൾ ചെയ്ത ആൾക്കാരാണ്. സോ ബിപിന്റെ ആ ഒരു ഹാർഡ് ടൈംസ് എല്ലാം കണ്ട് ആ ഒരു ഹാർഡ് വർക്ക് ഒക്കെ കണ്ട് ഇന്നിപ്പോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് ബിപിൻ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, ദാറ്റ്സ് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്കിനി സമയം കളയേണ്ട, വീടിനകം കൂടെ നമുക്ക് കാണാം. ബാ, എന്താ മൺചിത്രത്താഴിട്ട് പോട്ടിരിക്കുകയാണോ? എത്ര ടൈം എടുത്തേ? ഹലോ ഹലോ, യെസ് ബിപിൻ. ഞാൻ ഗിഫ്റ്റ് ഞാൻ മൈക്കാ കൊടുക്കുന്നത്. മൈൽസ്റ്റോൺ ഞങ്ങളുടെ പ്രേക്ഷകർ ഫുൾ കണ്ടോണ്ടിരിക്കുകയാണ്, അതാണ് വലിയൊരു ഗിഫ്റ്റ്. ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയായിരുന്നു, ദാ ആ എട്ടുതൈക്കൽ വിൻസെന്റിന്റെ വീട്, ആ പേരിടാൻ അച്ഛന്റെ പേരാന്ന് എനിക്കറിയാം. ആ ഒരു പേര്, ഫാമിലി നെയിം, അങ്ങനെ ഒരു പേരിടാനായിട്ട് തോന്നിയത് അമ്മയുടെ ഐഡിയ ആണോ അതോ എന്റെ ഐഡിയ തന്നെയാണ്? അപ്പന്റെ വേണ്ടിട്ട് കെട്ടിയ വീടായതുകൊണ്ട് അങ്ങനെ ഇട്ട്, അങ്ങനെ അച്ഛന്റെ പേരിൽ തന്നെ അങ്ങനെ ഒരു വീട്. ഞങ്ങൾ കേറട്ടെ വീട്ടിലേക്ക്? നമ്മുടെ സ്വന്തം ബിപിന്റെ ബംഗ്ലോ. വീടെന്നൊന്നും ഞങ്ങൾ പറയില്ല. ഓ ബിപിൻ, യെസ്, ഹോം ടൂർ മോള് ഞങ്ങൾക്ക് കാണിച്ചു തരൂ. ആ, ഇവിടെ എവിടെയാ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? ഇവിടെയും. അപ്പൊ ഹോം തിയേറ്റർ മേളിലല്ലേ? ആ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ, ഇരിക്കുന്നില്ല, നമുക്ക് കണ്ട് നമുക്ക് പോവാം. ഓരോന്ന് ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഇത് ബിപിന്റെ പേര് പറഞ്ഞേ. മിഴിക്കുട്ടി 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? ഭവൻസിലല്ലേ? ആ, ഇത് ബിപിന്റെ അമ്മ, ഇത് വൈഫ് ഗ്രേഷ്മ, ഇതാണ് ബിപിന്റെ കുടുംബം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടുന്ന വീട് കണ്ടു തുടങ്ങണ്ടേ? ബ്യൂട്ടിഫുൾ ഹൗസ്. താങ്ക് യു. ഇത് രസാണ് ബിപിൻ. ശരിക്കും ഈ വീട്, ഇതിന്റെ ഒരു ഔട്ട്ലൈൻ പ്ലാൻ, ഈ ഒരു സ്ഥലം വാങ്ങിയത് ഇതൊക്കെ എത്ര നാൾക്കൊക്കെ മുമ്പായിരിക്കും? ഇത് 5 വർഷം സ്ഥലം വാങ്ങിയിട്ട്. 5 വർഷമാണ് അമ്മച്ചി. ഏമണ്ടം പ്രേമതില്ലേ, അത് അത്യാവശ്യം നന്നായിട്ട് ഓടിയപ്പോ എനിക്ക് അതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള എനിക്ക് വിഷ്ണുവിന് കേട്ടോ ആൻഡോ ചേട്ടൻ ലാഭവിധത്തിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റ് കിട്ടി തന്നു. ആ ഗിഫ്റ്റിന് വാങ്ങിയതാണ് ഈ സ്ഥലം. അത് വീടിന്റെ ഇത് ചെയ്തിട്ട് പണികളെല്ലാം ഒരു 2 വർഷം കറക്റ്റാ, ഏകദേശം 2 വർഷം അടുപ്പിച്ചായി. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം അല്ല എന്റെ പ്ലാനിങ് എന്ന് വെച്ചാല് എന്റെ കൂടെ എന്റെ കൂട്ടുകാർ ഫുള്ള് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജോഷി ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഫുള്ള് നിന്ന് നോക്കിയത്. അപ്പൊ അതൊരു പുള്ളിയുടെ ജോലിയായിട്ടല്ല, സ്വന്തം ചേട്ടൻ ചെയ്യണ പോലെ ചെയ്തു തന്നു. അതുപോലെ ഷില്ലേട്ടനെ ചേച്ചിക്ക് അറിയാം, രസികരാജിലെ പെർഫോം ചെയ്ത സുബീഷ് രസികരാജിൽ പെർഫോം ചെയ്ത ചേച്ചിക്ക് ചിയർ ഗേൾസിന്റെ ഒരു സ്കിറ്റ് ഓർമ്മയുണ്ടാ? അത് ചെയ്ത സുബീഷാണ്. ഈ ഗേറ്റ് ഒക്കെ ചെയ്ത അവനാണ്.
അപ്പൊ എല്ലാരും നമ്മുടെ ആ ഒരു ടീമാണ് നമ്മുടെ ഫുൾ ഇത് ചെയ്തിരിക്കുന്നത്. അവര് തന്നെ ചെയ്തത്. അപ്പൊ അവരൊക്കെ കൂടി നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഓടി ബാക്കി ഇതിന് വേണ്ട കാര്യങ്ങൾ ഒപ്പിച്ച് അവർക്ക് കൊടുക്കും എന്നല്ലാതെ ബാക്കിയല്ലായിരുന്നു. പക്ഷെ ഡിസൈനിങ് മലബാർ ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു കല്യാൺ സുരേഷ് എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളിയുടെ ഏറ്റവും അടുത്ത്, അതായത് നമ്മളെ സ്വന്തം അനിയനെ പോലെ കാണാനാണല്ലോ പുള്ളി. അപ്പൊ പുള്ളി ഒരു ജിജോ എന്ന് പറഞ്ഞ ആർട്ടിടെക്റ്റിനെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് വരച്ചപ്പിച്ചപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി കളർ കോമ്പിനേഷൻ. ചിലത് നമുക്ക് ഒരുപാട് പൈസ മുടക്കിയില്ലെങ്കിലും നല്ല റിച്ച് ആയിട്ടുള്ള പാപ്പടും നേരെ നിൽക്കുക, റിച്ച് ആയിട്ടുള്ളത് ഇങ്ങനെ ഫീൽ ചെയ്യും. ഏത് കളറില് അങ്ങനെ തോന്നിയതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളർ വെച്ചത്, ആ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യാൻ. യെസ്. അപ്പൊ അങ്ങനെ ഗ്രേഷ്മ, ഇത് ശരിക്കും ഒരു സ്വപ്ന ഭവനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലേ? നിങ്ങളുടെ അങ്ങനെ മനസ്സിന്റെ ഇതിൽ എത്ര വർഷമായിട്ട് ആഗ്രഹിച്ചിട്ട് അവസാനം നിങ്ങൾ നേടിയെടുത്തത് ഇത്? ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു വലിയ വീട് പണിയണം എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. പിന്നെ പണിയൊക്കെ തുടങ്ങി. അല്ല, എത്ര വർഷമായിട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു സ്വപ്ന വീട്? 5 വർഷം. 5 വർഷം. ഓക്കെ. അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ, ശരിക്കും എന്താ പറയാ, ബിബിന്റെ ഈ ഒരു വളർച്ച, അത് ഏതൊരു അമ്മമാർക്കും നമ്മുടെ മക്കൾ വളർന്ന് അവരിങ്ങനെ ഓരോന്നും നേടിയെടുക്കുമ്പോൾ സന്തോഷമാണ് എപ്പോഴും. ഭയങ്കര നമ്മുടെ കണ്ണ് നിറയിക്കുന്ന നിമിഷങ്ങളാണ്, അല്ലെ? പക്ഷെ ഇന്നിപ്പോ ബിബിൻ ഇത്രയും നല്ലൊരു വീട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തു തന്നപ്പോ ആ ഒരു സന്തോഷം അതൊന്ന് പറയാമോ? എനിക്ക് എന്റെ മോന്റെ ഉയർച്ചയിൽ ഞാൻ സന്തോഷവതിയാണ് എല്ലാം കൊണ്ടും. തീർച്ചയായിട്ടും. പക്ഷെ എന്താ ബിബിൻ ഇത്രയും ഈ ഒരു കാലം ഇത് വീട് വെക്കാൻ ബിബിൻ വൈകി പോയി എന്ന് തോന്നുന്നുണ്ടോ, അതോ നേരത്തെ ആയി എന്നാണോ തോന്നണേ? ദൈവം എപ്പോഴോ തീരുമാനിച്ച് അവന്റെ സ്വപ്നം കറക്റ്റ് ആയിട്ട് തന്നെ, അല്ലേ? അച്ഛൻ വൈകലൊന്നും ഇല്ലെന്നേ, നമുക്ക് എല്ലാ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡുള്ള ആൾക്കാരല്ലേ. എന്ത് കിട്ടിയാലും ബോണസ് ആയിട്ട് വരുന്ന ഒരാളാണ് ഞങ്ങള്. ഭയങ്കര ഹാപ്പിയാ, ശരിക്കും ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വീടൊക്കെ ഞങ്ങൾ ഒന്ന് ചുറ്റി കാണിച്ചു തരൂ. വരൂ, കാണിച്ചു തരൂ. ഞങ്ങൾ എവിടെ നിന്ന് ആദ്യം തുടങ്ങണ്ടേ? അവരെയും കൂടെ വിളിച്ചേ, അവരും എല്ലാരോടും വരാൻ പറ. ആ ക്യാമറ കാണിച്ചാൽ മതി, ക്യാമറയിലുള്ള എല്ലാരും കണ്ടോണ്ടിരിക്കും. കാണാം. മതി, അങ്കിൾമാര് വന്നോളൂ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ദേ ഇവിടെ കുരിശ് വരയ്ക്കാനുണ്ടോ? ആണോ? എല്ലാ ദിവസവും വരയ്ക്കോ? ആണോ? ബിബിൻ കുരിശ് വരയൊക്കെ ഉണ്ടോ? ഞായറാഴ്ച പള്ളി പോക്ക് കൊടുക്കാറില്ല. ആണോ? എത്ര തിരക്കാണെങ്കിലും അത് മിക്കടത്തും പോവാറുണ്ട് ഞാൻ എല്ലായിടത്തും. ഓ, എന്താ മോളെ? പാപ്പടും. ആണോ? പോണം കേട്ടോ ക്ലാസ്സില്. ബിബിൻ ഇവളൊന്ന് ഇതാക്കേ, ഇല്ലെങ്കിൽ ഇവള് നടത്തിക്കൂല. പിന്നെ അവിടെ നിന്നോട്ടോ. ബഡായ് ബംഗ്ലാവിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ബിബിൻ അവിടെ നിന്നും പോന്നിട്ട് സ്വന്തമായിട്ട് ഒരു ബംഗ്ലാവ് കെട്ടിയപ്പോ എന്തൊക്കെയോ ആ ബംഗ്ലാവിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്നാണ് ഒരു പരക്കെ പറച്ചില്. അതെന്തൊക്കെയാണെന്ന് ഞങ്ങൾ ഇന്നിവിടുന്ന് കണ്ടുപിടിക്കും. ക്യാമറ കണ്ണുകളിലൂടെ ഞങ്ങൾ അത് ഒപ്പിയെടുക്കും. ബഡായ് ബംഗ്ലാവിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ. പിന്നെ ആ ബംഗ്ലാവ് വീട്ടിൽ നിന്നും എഴുതിയ സ്ക്രിപ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ 2-3 ക്യാമറകളില്ലേ, നമ്മളെ ക്യാമറയിലൂടെ എന്താ വീട്ടിൽ നിന്നുള്ള എന്തോ സംഭവം ഈ വീട്ടിലുണ്ട്. നോക്കട്ടെ, കണ്ടുപിടിക്കാം. ശരി, നമുക്ക് റൂമിലേക്ക് പോവാം. ഇത് അമ്മച്ചിയുടെ മുറിയാണ്. ഇതാണ് അമ്മച്ചിയുടെ മുറി. ഹായ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അതായത് നമ്മള് കുറച്ച് പേരെ വിളിക്കുകയും ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേര്. അപ്പൊ ഞെട്ടിപ്പോയത് മിനിയാന്ന് ഒരു ബെൻസ് വന്ന് നിൽക്കണം. അപ്പൊ ഞാൻ ബെൻസിലൊക്കെ ആരാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ഇപ്പൊ രാത്രി ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. നോക്കിയപ്പോ സായി ചേട്ടനും ബിന്ദു ചേച്ചിയും. ഭയങ്കര സർപ്രൈസ് ആയി പോയി. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ചാല്, ആകെ ബിന്ദു ചേച്ചിയായിട്ടാണ് ഞാനൊരു സിനിമ ചെയ്തേക്കണം, മാർഗംകളി. പക്ഷെ അത് കഴിഞ്ഞിട്ട് തന്നെ അങ്ങനെ അമ്മയുടെ മീറ്റിംഗിൽ വെച്ച് കാണുമ്പോ ഭയങ്കര സ്നേഹമാണ്. അവർക്ക് തന്നെ അറിയാം. പക്ഷെ അവര് എപ്പോഴൊക്കെയോ നമ്മളെ കണ്ട്, സഹായിച്ചേട്ടൻ പ്രത്യേകിച്ച്. അപ്പൊ ഒരു തവണ കാർത്തി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചപ്പോ അതിന്റെ ബ്ലോഗ് കിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സഹായിച്ചേട്ടൻ എന്നോട് അമ്മയുടെ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു നമ്മളെയും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഇതുണ്ട്, വിളിച്ചാ വരുമോ ചേട്ടൻ എന്ന് പറയാം. ഉറപ്പായിട്ടും വരുമെന്ന് പറയാം. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ അമ്മയുടെ മീറ്റിംഗിന്റെ ഇടയിൽ ഇങ്ങനെ പോണതിന്റെ ഇടയിൽ അദ്ദേഹത്തിനെ പോലെ 2 ലെജൻഡുകളാണല്ലോ ആക്ടിങ്ങിൽ, 2 ലെജൻഡുകളാണ്, പാഠപുസ്തകങ്ങളാണ് അവർ രണ്ടുപേരും. പക്ഷെ അത് ഓർത്തു വെച്ചിട്ട് ഞാൻ പിന്നെ വിളിക്കാനായിട്ട് പേജ് ചെയ്യും.
അയ്യോ ഞാൻ ഓർത്ത് പിന്നെ വിചാരിച്ചു വേണ്ട, വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, നമ്മൾ വിളിക്കണ അവർക്ക് ബുദ്ധിമുട്ടാവും, ഇല്ലെന്ന് പറയണ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് വന്നു ചേച്ചി, ഞാൻ ആകെ ഞെട്ടിത്തരും. ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ വായ പൊളിച്ചിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ നിറച്ച ആളുമായിരുന്നു, അന്ന് ഒത്തിരി പേരുണ്ടായി. അവരന്ന് ഗിഫ്റ്റ് തന്ന്. ആ ഗിഫ്റ്റ് ഇതുവരെ തുറന്നില്ലേ? അതെന്താന്നാ സൗകര്യം കിട്ടിയില്ല. പിന്നെ ഇതൊക്കെ വലിച്ചു പറിച്ച് ഇവിടെ ഇടണ്ടല്ലോ, അത് ഒതുങ്ങി അവിടെ ഇരുന്നു. അപ്പൊ ഇതാണ് അപ്പം സമയം ഇത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് തുറന്ന് നോക്കിയിട്ട് പോവാ. അങ്ങനെ നമ്മുടെ സായി ചേട്ടനും ബിന്ദു ചേച്ചിയും കൂടെ, അതായത് നമ്മുടെ സായി കുമാർ, ബിന്ദു പണിക്കർ, എല്ലാവരും അങ്ങനെ പറയുമ്പോഴല്ലേ ദാ അവര് കൊടുത്ത ഗിഫ്റ്റ് ആണ്. ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, കാരണം ബിപിൻ ഭയങ്കര തിരക്കാണ്, ഓടിച്ചിട്ട് രാവിലെ വെളുപ്പിന് ഷൂട്ടിന് കിട്ടിയത് മുഴുവനും ഇവൻ ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കാണിച്ചിട്ടുമില്ല. എന്നുവെച്ചാ ഇവന് തിരക്കല്ലേ, ഇവന് ടയേർഡാണല്ലോ. അപ്പൊ ഇത് മാത്രം ഞാൻ പറഞ്ഞ അത് വലിച്ചു പൊട്ടിക്കണ്ട, അവിടെ ഇരിക്കട്ടെ. പിന്നെ എപ്പോഴാണോ സാധാരണ ഇപ്പൊ ഇത് കാണുമ്പോ എല്ലാരും വിചാരിക്കുവേ ബിബി സാധാരണ ഇങ്ങനെ അല്ലല്ലോ, ഭയങ്കര എനർജി ആയിട്ടുള്ള സംശയം. ഞാനിപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഈ ഇതിന്റെ ബിഫോറും കുറെ ദിവസം അറിയാലോ ചേച്ചിക്ക്, ഇതിന്റെ ഡയറുണ്ടായി. പിന്നെ ഇപ്പൊ ഷൂട്ടും കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാന്നുള്ളൂ, വെളുപ്പിനെ പോയ ഷൂട്ട് കഴിഞ്ഞിട്ട് ചേച്ചിയായിട്ട് കഴിഞ്ഞ തവണ ഉള്ള സുന്ദരിമാരായിട്ടൊക്കെ സംസാരിച്ചപ്പോ ഇതായിരുന്നില്ലല്ലോ എനർജി എന്ന് ചോദിച്ചാൽ തീർന്ന്. അന്ന് സുന്ദരിമാരുള്ളതുകൊണ്ടാണോ മോൻ ഭയങ്കര എനർജി ആയിരുന്നു, ഇന്ന് സുന്ദരിമാരില്ലാത്തോണ്ടാണോ ബിപിനൊരു ക്ഷീണമെന്ന്? ഓക്കെ, നമുക്ക് അടുത്ത റൂമിലേക്ക്. യെസ്, ഇതാണ് ബിപിന്റെ റൂം. വരൂ ദാ ബിപിന്റെ ബെഡ്റൂം കാണിച്ചു തരാം. യെസ് ബിപിൻ, ഈ വീട്ടിൽ വന്നിരുന്നിട്ട് ഇതുവരേക്കും ബിപിൻ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതുവായിക്കോട്ടെ, മനസ്സിലൂടെ എന്തെങ്കിലും ഒരു ഐഡിയ പോവായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും അതിനുള്ള സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കാണാം, വർക്കിംഗ് പ്ലേസ് അല്ലേ? ഓക്കെ, പക്ഷെ ഇതുവരെ അങ്ങനെ ഇരിക്കാനോ ഈ വീട് എൻജോയ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. അതാ പറഞ്ഞ കുറച്ച് ദിവസമല്ല, അതിനിടയിൽ ഷൂട്ടിന്റെ തിരക്കും കൂടെ ഉള്ളതുകൊണ്ട് ആകെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ താഴത്തെ 2 റൂംസ് കഴിഞ്ഞു. അടുക്കളയിലത് ശരിയായ മറിച്ചിട്ടടി ഇല്ലേ, ഞങ്ങളൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ, കിച്ചണിലേക്ക് പോവാം. ഇതാണ് ഗ്രേഷ്മയുടെയും അമ്മയുടെയും സ്ഥലം അല്ലേ? എന്ത് ഒന്നും വേണ്ട, ഞാനിപ്പോ കഴിച്ചോ. അപ്പൊ ഇവിടെയൊക്കെ എന്താ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ? ഇത് വർക്ക് ഏരിയ. ഇവിടെയാണ് വർക്ക് ഏരിയ. ബിപിനും കിച്ചനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് ബിപിൻ? ഭക്ഷണം മാത്രം, അത്രേ ഉള്ളൂ. കഴിക്കുക, വരിക, പോവാ. ബിപിൻ ഉണ്ടാക്കി തന്നിട്ട് ഗ്രേഷ്മ ഇത്ര വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ടുണ്ടോ? തക്കാളിക്കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ഇടക്ക്. പിന്നില്ല അതുമത്തെ ഉണ്ട്, പുതുമോടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ഇന്റീരിയർ കംപ്ലീറ്റ് എല്ലാം ഈ കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഇപ്പൊ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുന്നതും എല്ലാം നിങ്ങളായിട്ട് പോയിട്ടൊന്നുമില്ല, ജിജോയാണ് ഇത് ഡിസൈൻ ചെയ്തത്. പക്ഷെ ഇന്റീരിയർ ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെനി എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ് ഫുൾ അപ്ലൈ, അതായത് ഇത് ചെയ്തത് നമ്മുടെ സാധനങ്ങളെല്ലാം പോയി പർച്ചേസ് ചെയ്ത് ഇവിടെ എല്ലാം ഈ പറയുന്ന ജോഷി ചേട്ടൻ, ഷില്ലേട്ടൻ, ഇട്ടനി, അവനാണ് ഇന്റീരിയർ ഇത് എന്താ പറയുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആക്ച്വലി പറഞ്ഞ വീടിന് വേണ്ടിട്ട് ഷോപ്പ് ചെയ്യാനൊന്നും നിങ്ങൾ ഇറങ്ങിയിട്ടില്ല? ഞാൻ ഇറങ്ങിയെന്ന് വെച്ചാൽ ഷോപ്പിംഗ് വേണ്ടി ഇറങ്ങുന്ന വെച്ചാൽ കാര്യം ഉണ്ടായി ചേച്ചി. നമ്മള് കടകളിൽ പോകുമ്പോ നമ്മളെ കണ്ടു കഴിയുമ്പോ നല്ല രീതിയിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തു തരും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ മൂവിയുടെ ആ ടീം കൊണ്ടുവന്ന അവര് ചുവന്ന് കൊണ്ടുവന്നാണ്. അപ്പൊ അവര് പറയണ എന്താന്നോ, എല്ലാരും വരുമല്ലോ, അവരുടെ പ്രമോഷനായിട്ട് ചെയ്യാൻ പോണുള്ളൂ. അടുത്ത 2 വീക്സിൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. ഷൂട്ട് തീർന്നു, ഇനിയിപ്പോ 17-ാം തീയതി അതിന്റെ ഡാൻസ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞ അവസാനത്തെ 5 ദിവസം. ഓക്കെ, അപ്പൊ അങ്ങനെ ടീം ശുക്രൻ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് ആണ്. അവരവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാരും. അതെ, പ്രൊമോഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെടികളൊക്കെ പൊതുവെ ഇഷ്ടമാണോ നിങ്ങക്ക്? ആണ്, പുറത്തും നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊരു വേണു എന്ന് പറഞ്ഞ ഒരാളാട്ടോ. ആണോ? ചെടിയുടെ ഏരിയ ഒക്കെ അതെനിക്ക് ടിനിറ്റോം ഇല്ലേ, ടിനിച്ചേട്ടന്റെ വീട് നല്ല രസം, ഫുൾ ചെടികളാ ടിനിച്ചേട്ടന്റെ. അത് പുള്ളിയുടെ ആണോ? ഈ പറഞ്ഞ വേണു ചെയ്താ. എനിക്ക് തോന്നി ഇതേപോലെ തന്നെ സ്വിങ് ഊഞ്ഞാലുണ്ട് ടിനിച്ചേട്ടന്റെ വീട്ടിലും ഫ്രണ്ടില്. എനിക്ക് അവിടെ ആ ഏരിയ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ നല്ല പുള്ളി തന്നെയാണ് മുകേഷ് ഗണേശ് ചെയ്തു. ഇനിയിപ്പോ നമ്മുടെ മുകളിലേക്ക് പോവാം. അപ്പൊ വരൂ, അവിടെയാണ് നമ്മുടെ ബഡായ് ബംഗ്ലാവിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന എന്തോ സംഭവം ഈ വീട്ടിലെ ബംഗ്ലാവിൽ വെച്ചിരിക്കുന്നത്. അതെന്താന്ന് നമ്മൾ കണ്ടുപിടിക്കും.
ലിഫ്റ്റ് എത്രയും പെട്ടെന്ന് വെക്കണം. ആ ഞാൻ അതിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് ചേച്ചി. ആണോ? ബാക്കി കാര്യം ഒന്ന് സെറ്റ് ആവാഞ്ഞോണ്ട് വെക്കാഞ്ഞാണ്. കാരണം ഇത് കേറി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്തിരി പാടാന്ന്. അപ്പൊ ഇനിയിപ്പോ എവിടെ വെക്കും ലിഫ്റ്റ്? സ്പേസ് ഉണ്ട്, ഉണ്ടോ? ഞാൻ അടച്ചതാ. ആണോ? ആ അടച്ചതെന്ന് വെച്ചാല് അവസാനമൊക്കെ ഇപ്പൊ കോമഡി അല്ലേ, അങ്ങനെ ഇത് തന്നെ ചേച്ചി. അത് പിന്നെ പയ്യെ ചെയ്യാലോ, പിന്നെ എപ്പോഴും എപ്പോഴും കേറുന്നില്ലല്ലോ. ഓ ഇതാ അതിനുള്ള സ്പേസ്. എപ്പോഴും ഓക്കെ. അപ്പൊ ഇത് വെക്കും വെക്കാണ്ട് പിന്നെ. അപ്പൊ ഇതാ എന്നാ ഈ ലിഫ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? ബഡേ ബംഗ്ലാവിൽ നിന്ന് കൊണ്ടുവന്ന ലിഫ്റ്റ്. ഇതാര് അവൻ ഓരോരോ സാധനം ചേച്ചീനെ ഇട്ട് വട്ടാക്കാൻ വേണ്ടി പറയണതാ. അപ്പൂസ് പറഞ്ഞല്ലേ അന്ന് അവൻ പറഞ്ഞില്ലേ ഏതൊരു എന്താണ് സെന്റ് ജോസഫ് കോളേജിലെ ഏത് അങ്ങനെ ആളില്ല, വെറുതെ തള്ളിയതവൻ. പിന്നെ അവന് അതെന്താ പറയാ, അവന് ഇങ്ങനെ ഒരു സാധനം ഒരു നൂലിട്ട് വരുമ്പോ ചേച്ചി അത് പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ, അതവന്റെ ഐഡിയ ആണ്. അതാണ് സംഭവം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ ഇവിടെ നമ്മൾ ലിഫ്റ്റിൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിനി കുറെ നല്ല മെമ്മറീസ്. ഇത് കാർ എടുത്തില്ലേ പുതിയ അല്ല നമ്മുടെ, മനസ്സിലായി, അത് അയാള് തന്നാണ്. സവദ് ചേട്ടനായിട്ടുള്ള ഒരു ഓർമ്മ. ഇത് എന്നെടുത്ത ഫോട്ടോയാ? ഞാന് ബോംബ് കഴിഞ്ഞിട്ടാ, മാർഗംകളി തുടങ്ങിയിട്ടില്ല, ബോംബ് കഴിഞ്ഞിരിക്കുന്ന സമയം. അതിൽ ധർമ്മേട്ടനും എല്ലാവരും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. നമ്മുടെ മുതലാളി ആഷിക, വിഷ്ണു, റഹ്മാനിക്ക, ദുൽഖർ, യമണ്ടൻ ഓഡിയോ ലോഞ്ച്. ഈ യമണ്ടൻ കാരണമാണ് ഇന്നിപ്പോ നമ്മൾ ഈ വീട് അല്ലേ? അതെ. അമരക് ബ്രന്തോണി ഫുൾ ടീമുണ്ട്. മമ്മൂക്കയും. ഇതൊരു വല്ലാത്ത, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിക്കാത്. ഇത് അതിന്റെ ടൈറ്റിലായിട്ട് തന്നെ വന്നാണല്ലോ. അപ്പൊ എനിക്ക് നമ്മള് എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മോഹൻലാലിന്റെയും അല്ലെങ്കിൽ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ ഒട്ടിച്ച ആ മതിലില് ഒരു പോസ്റ്റർ നമ്മുടെ ഒട്ടിച്ചത് തന്നെ നമുക്ക് വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അപ്പൊ അവരുടെ കൂടെ ഒരു ഫോട്ടോ, ഒരു പടം, ഇത് അഭിനയിച്ച പടമുള്ളോ? അതെ അതെ അതെന്തൊരു, ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോ അവർക്ക് അതിന്റെ അതിൽ വില മനസ്സിലാവുള്ളൂ, എത്രത്തോളം വിലയുള്ള സംഭവമാണെന്ന്. ഫഹദിന്റെ കൂടെ ഇതാ വില്ലനായിട്ട് അഭിനയിച്ച പടമില്ലേ, റോൾ മോഡല്, പാതുക്ക, നാഷിക, അങ്ങനെ ഒരിത്. അങ്ങനെ ഫുൾ ഫോട്ടോ ഇവിടെയാണ്, ഫുൾ ഗാലറി. വാ ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ആരാണ് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്? ഇത് ഗ്രേഷ്മയുടെ പ്രൊഡക്റ്റാ. ആണോ? ബിബിന് ഞാൻ ജിമ്മിൽ പോവും, ഞാൻ ഇവിടെ ചെയ്യലൊന്നുമില്ല, വീട്ടിലില്ല. ഇതൊക്കെ ആര് വരച്ചതാ? ഇത് ഗുമസ്തൻ എന്ന് പറഞ്ഞ പടത്തിലെ ഇന്റർവൽ പോർഷനാ. ഞാൻ ആ പടത്തിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാ, അത് അത്യാവശ്യം ഓടിയ പടമുള്ളൂ. ഞാൻ ചോദിച്ചു മേടിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ്. ഇന്റർവെൽ ഇതാണ്. ആ പടത്തിന്റെ ഇന്റർവെല്ലിൽ ഒരു കള്ളൻ ഒരു വീട്ടിൽ കേറിയിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തിക്കുമ്പോ എന്റെ അടുത്തേക്ക് അങ്ങനെ വരച്ചു വെച്ചു. ഇവിടെ എന്താ? അവിടെ ചെറിയ തുറക്കട്ടെ, തുറന്നിട്ട് അവിടെ അത്ര മുകളിലേക്കാ പിന്നെ സ്ഥലം. മേളിലേക്കുള്ള. ഓക്കേ, തൊട്ടടുത്തൊക്കെ ഫുൾ വീടുകൾ തന്നെയാ അല്ലേ? ഇത് മേളിലേക്ക് പോവാണ്, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെയർ കേസ് ടെറസിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ പോയേണ്ട ഒരു ചെറിയൊരു സ്പേസ് അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഫോട്ടോ ഉണ്ട് ചേച്ചി, ഈ രാജീവ് ചമ്പക്കര എന്ന് പറഞ്ഞ ആള് വരച്ചാണ്. ഭയങ്കര രസമുള്ള ഫോട്ടോയാണ്. അയാള് തന്നെയാണ് എന്റെ ഈ ഫോട്ടോ വരച്ചത്. വരച്ച ഫോട്ടോസ് ഉണ്ടല്ലേ ഇവിടെ. അത് നമുക്ക് എവിടെ പോയാലും ഗിഫ്റ്റ് കിട്ടുമല്ലോ ചേച്ചി. കോളേജിൽ പോകുമ്പോ നമ്മളാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ വരക്കണ ഒരു കുട്ടി നമുക്ക് അറിയാലോ. അത് എല്ലായിടത്തും എല്ലാ ആർട്ടിസ്റ്റുകളും കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഇതാണ് അപ്പച്ചൻ. ചേച്ചി കണ്ടിട്ടുണ്ടാവും അപ്പച്ചനെ, ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നൗഫൽക്കയുടെ നമ്മുടെ നവോദയയില് ചെറിയ പണിക്കൊക്കെ അപ്പച്ചി വന്നിട്ടുണ്ട്, കൽപ്പണിക്ക് തന്നെ വന്നിട്ടുണ്ട്. നൗഫൽക്ക പറഞ്ഞിട്ട് ചെലപ്പോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഫുൾ ഫോട്ടോസ് ആണ്, ഇവിടെ ഫുൾ. ഇനി സാധനങ്ങൾ നല്ലൊരു ഏരിയ. അപ്പൊ ഇതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തപ്പോ ഇത് വെക്കാൻ പ്ലാൻഡ് ആയിരുന്നു. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാവുന്നേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ്. പക്ഷെ ഇതൊന്നും പോരല്ലോ ബിപിൻ, ഇനിയും കിടക്കാണെല്ലാം വെക്കാൻ. അപ്പൊ അത് എവിടെ വെക്കും നമ്മള്? അത് ഇതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല ചേച്ചി. കൈ കിട്ടണ മെയിൻ സാധനങ്ങൾ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ കൈ കിട്ടണൊക്കെ ചെറിയ പിന്നെ ഈ പറയുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് എല്ലാം നമുക്ക് വിലപ്പെട്ടല്ലേ, ആരെന്ത് തന്നാലും വിലപ്പെട്ടല്ലേ. ഇനിയുണ്ട്. പക്ഷെ ഇതിലിപ്പോ യമണ്ടന്റെ കട്ടപ്പുറത്തിക് റോഷൻ, പഴയ ബോംബ് കഥ, അമരക് ബ്രന്തോണി,
ബിപിൻ, ഇതിലെ ഏത് ചോദിച്ചാൽ എനിക്ക് അറിയാം, ഏതൊരു ചെറിയ കാര്യമാണേലും നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ടതാണ് അല്ലെ? പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇതിലെ ഏതിന്റെ ഒന്നിന്റെ ഒരു പിന്നിൽ ഒരു രസകരമായ എന്തെങ്കിലും ഒരു കഥയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഏറ്റവും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ വരും, നമ്മളെ കൊണ്ടുവന്നത് നാഷിക. അത് വലിയൊരു നന്ദി. വിഷ്ണുവിന്റെ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആളാണ്, അതിലെല്ലാം നന്ദി. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇൻസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അപ്രാപ്യമായ ഒരു കാര്യം നടത്തി തന്നത് ഷാഫി സാറാണ്. അപ്പൊ പഴയ ബോംബ് കഥയാണ് അങ്ങനെ നോക്കുമ്പോ അമർ ബ്രന്തോണിയും കട്ടപ്പനയും ഇതെല്ലാം ഇതെനിക്ക് കേൾക്കുമ്പോ വേറൊരാൾക്കൊന്നും വേറെ രീതി തോന്നരുത്. പക്ഷെ എൻ്റെ ഉള്ളിൽ നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണല്ലോ. എൻ്റെ ഉള്ളിൽ മാത്രമല്ല, ആരുടെയും ഉള്ളിൽ. ഇപ്പൊ എന്നെ ഹീറോ ആയിട്ട് കാണുന്നുണ്ട്, ഹീറോ ആയിട്ട് പടങ്ങൾ വരുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിന് മുമ്പുള്ളൊരു വിഷൻ ഇല്ലേ, ഇയാള് ഹീറോ ആക്കാം എന്നുള്ളൊരു വിഷൻ ഷാഫി സാർക്കാണ്. അതാണ് വിഷൻ. പിന്നെ പുള്ളി നമ്മളെ വിട്ടു പോവുകയും ചെയ്താണല്ലോ. അതാണ് നമ്മൾ ആകെ തകർന്നു പോയത്. ഞാൻ കുറേ നാള് ഹാപ്പി ആയിരുന്നേ, അതിന്റെ ഇടയിൽ ഒറ്റ സാധനം വന്ന് കയറിയത് ഇതാണ്. നമ്മൾക്ക് എല്ലാവർക്കും നല്ല ജീവനുള്ള ഫോട്ടോ, ശരിക്കും നല്ലൊരു ജീവനുള്ള ഫോട്ടോ. നമുക്ക് എല്ലാവർക്കും വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഫോട്ടോ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് മറിച്ച് എക്സ്പ്ലനേഷൻ വേണ്ട. എന്നോട് ഒരുപാട് പേര് അത് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മൾ ഉമ്മറത്തേക്കൊക്കെ നോക്കി നിൽക്കാം. ഇനി അവിടെ എന്തോ ഒരു സംഭവം, അവിടെയാണോ ബിപിന്റെ ഏരിയ? ചേച്ചി ഞാൻ ഇതാ പറഞ്ഞ ഇതൊരു സാധനം ചേച്ചി. എന്താ സംഭവം? ഇത് ഓണാണോ? ബിപിന് ഈ വീട്ടില് നിന്നിട്ടുമില്ല. അതെ ഇത് LMT ഓട്ടോമേഷൻസ് എന്ന് പറഞ്ഞ അവർ ചെയ്തു തന്ന മഞ്ജു ചേച്ചി ഇല്ലേ, മഞ്ജു ചേച്ചി പറഞ്ഞിട്ട് ചെയ്തു തന്ന മഞ്ജു പിള്ള. ആണോ? മഞ്ജു പിള്ള പറഞ്ഞിട്ട് ചെയ്തു തന്നാണ്. അത് ഈ സൈഡിൽ മാത്രം, ഇവിടെ ഇല്ല അല്ലേ? ഇല്ല. ഇത് നമുക്ക് മറ്റേ ചായ കുടിക്കുമ്പോ വേറെ ഗുണമെന്ന് വെച്ചാ ചേച്ചി അവിടെ നിന്ന് നമ്മളെ കാണാൻ പറ്റില്ല. ഓ, നമുക്ക് പക്ഷെ അങ്ങോട്ട് കാണാലോ. ഓ, അവിടെ ഇങ്ങോട്ട് കാണത്തില്ല, അപ്പൊ ഒരു പ്രൈവസി കിട്ടും. ഓക്കെ. ഇനി ഇതാണ് നമ്മുടെ അടുത്ത ഫേവറേറ്റ് പ്ലേസ്. ഇനിയാണ് നമ്മളെ എന്താ പറയാ ബിപിൻ, ഇനിയും എത്രയോ സിനിമകളാണ് നമ്മളെ സമ്മാനിച്ച് നമ്മളെ ചിരിപ്പിക്കാനൊക്കെ പോണത്. അത്തരത്തിലുള്ള സിനിമകളെല്ലാം എഴുതാൻ പോകുന്ന സ്ഥലമാണ് ഈ സ്ഥലം. യെസ്, വരും. അപ്പോൾ ഇനി ഈ ടേബിളിൽ ഇരുന്നിട്ടാണ് അടുത്ത സ്ക്രിപ്റ്റ് എല്ലാം ബിപിൻ എഴുതാൻ പോണത് അല്ലേ? എഴുതി തുടങ്ങി? ഈ വീട്ടിലൊന്നും എഴുതി തുടങ്ങിയില്ല ഞാൻ. പക്ഷെ ഈ മേശയും ഇതിലിരുന്ന് ഈ ചെയറിലും ചേച്ചി ഒന്ന് ഇരുന്ന്. ഞാൻ ഇരിക്കണ്ട, ബിപിൻ ഇരിക്കൂ. അല്ല, ഞാൻ ഇരിക്കണല്ല, ചേച്ചി ഇരുന്ന്. ഓക്കെ, അതിൽ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ധൈര്യമായിട്ടിരിക്കും. ഞാനല്ല പറയുന്നത് ബിപിന്റെ ചെയറിൽ ഞാൻ കയറി ഇരിക്കണ്ടേ? ഇരിക്കേ, ഞാനല്ല പറഞ്ഞത്. ബിപിൻ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. ധൈര്യമായിട്ടിരിക്കും, ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാ. ഈസി ചെയറില് താഴേക്ക് പോവും? ഇല്ലില്ല, ഒന്നും ചെയ്യൂല. അല്ല പിന്നെന്താ? ഓക്കെ അല്ലേ? അതിന് പ്രത്യേകത വെച്ചാലേ ചേച്ചി, ബാക്കി മറ്റേ തുണി ആവുമ്പോ നമുക്ക് ചിലപ്പോഴെങ്കിലും നടുവേന എടുക്കും. ഇത് കറക്റ്റ് നമുക്ക് ഇത് കസ്റ്റമൈസ്ഡ് ആണോ? കസ്റ്റമൈസ് ചെയ്ത. ഇതില് കുറച്ച് ഞാൻ ഇതുപോലത്തെ കണ്ടിട്ടുണ്ട്, ഇത് ഇങ്ങനത്തെ ഈ സാധനം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇനി ബിപിൻ എഴുതാൻ വന്നത്. അപ്പൊ ബിപിന്റെ ചെയറിൽ ഞാൻ വന്നിരുന്നു. പക്ഷെ ബിപിൻ ഈ വട്ടം മതിയോ എഴുതാനൊക്കെ? വെളുപ്പിനുള്ള എഴുത്ത്. എന്നാലും ഈ വട്ടം മതിയല്ലേ? ഓക്കെ. എനിക്ക് മറ്റേ ഈ മുറികളാണ് പ്രശ്നം. എനിക്ക് ഇത് ഓപ്പൺ ആയിട്ടിരിക്കണം. ഓക്കെ. റോഡിലൊക്കെ നോക്കി ആകാശമൊക്കെ കണ്ട് നിലാ വെളിച്ചത്തിൽ. വെളുപ്പിന് 4 മണിക്കല്ലേ? എങ്ങനെയാണ് ചേച്ചി? ഞാൻ മിക്കപ്പോഴും അങ്ങനെയാ. ഞാനും വിഷ്ണുവും ഒക്കെ രാവിലെ എഴുതുക. വെളുപ്പിന് എഴുന്നേറ്റ് എഴുതുന്ന ആൾക്കാരാണ്. 4 മണിക്ക് എഴുത്തുകാരാണ് ഞങ്ങള്. നമ്മള് ചേച്ചി, ഞാൻ രസികരാജ് ചെയ്യുന്ന സമയത്തും എല്ലാ വെളുപ്പിന് എഴുതിയ എല്ലാ സ്ക്രിപ്റ്റും. അതുണ്ട്, അത് വേറെ. പക്ഷെ എന്നാലും പേപ്പർ ആക്കുന്നതൊക്കെ പിന്നെ, കാരണം ആ സമയം ബെസ്റ്റ് ടൈം ആണെന്നല്ലേ പറയാ എഴുതാൻ. ഏറ്റവും ബെസ്റ്റ് അല്ല, വെളുപ്പിന് 3 മണി മുതൽ പറയില്ലേ എണീറ്റ് നമ്മള് ബ്രാഹ്മമുഹൂർത്തം പഠിക്കുക. നമ്മള് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ അത് ശരിക്കും അതിന് കൂടുതൽ എഫക്ട് കൂടുതലും എന്നാ പറയാ. ഇനി എങ്ങോട്ടാ നമ്മുടെ ഹോം തിയേറ്റർ? ഇവിടെ എന്താ കാണിച്ചില്ലേ? അയ്യോ, ഇത് അപ്പച്ചനെ ആഡ് ചെയ്തിട്ടൊരു ഫോട്ടോ. മനസ്സിലായി. അതാ വേറെ ഒരെണ്ണം നമ്മളവിടെ. ഇതാണ് പെങ്ങന്മാര്. ഇതാണ് ബിപിന്റെ ഫുൾ ഫാമിലി. മൂത്ത പെങ്ങള്, മൂത്ത അളിയൻ, ഇളയ അളിയൻ, ഇളയ പെങ്ങള്, മൂത്ത പെങ്ങളുടെ മോൻ,
ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് കുടുംബം. ഓക്കെ, ഇത് ഗസ്റ്റ് റൂം ആണോ? ഇത് പെങ്ങന്മാർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെ അവര് വരുമ്പോ അവർക്ക് അവര് യൂസ് ചെയ്യാം, അല്ലാത്തപ്പോ ഗസ്റ്റ് അതപ്പോ എങ്ങനെയുള്ള ഉപയോഗിക്കലാ. ഓക്കെ, ഇതേ കളറൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ? നല്ല കളർ, നല്ല കളർ. ഫ്രെയിം വെച്ചിരിക്കുന്നതും ഒക്കെ അതെ, എല്ലാം നല്ല നീറ്റ്, ആ കളറുമായിട്ട് കറക്റ്റ് ആയിട്ട് ജെല്ല് ചെയ്യുന്ന പോലെ. ആ, ഇവിടെ കുറച്ച് ഇതൊക്കെ ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ? ആ, ഇതൊക്കെ ഗിഫ്റ്റ് ഒക്കെ ഇവിടെ ഓരോന്നും വന്ന് ഇരിക്കുന്നതേ ഉള്ളൂ, എല്ലാം ഇവര് സെറ്റ് എന്റെ ആയി ഒരു വരുന്നതേ ഉള്ളൂ. ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവര് വരച്ചു തന്നതാ. ഓക്കെ, ഇനി നമുക്ക് ഹോം തിയേറ്ററിലേക്ക് പോവാം. യെസ്, അതൊരു സംഭവമാണ് അല്ലേ ബിപിനെ? ആണോ നോക്കാം. അതല്ല അതിന്റെ ആ തിയേറ്ററും സെറ്റ് ആക്കണമായിരുന്നു. ഇതില് വെച്ച് വായച്ചി വൗ. ആ ഇരിക്കി, നല്ല തണുപ്പുണ്ട്. ഇത് എന്താ, മൂന്ന് അമ്മയ്ക്കും ബിപിനും അമ്മയ്ക്കും വൈഫിനും മോളെ മടിയിൽ ഇനി രണ്ട് ബീൻ ബാഗ് ഇടും. അല്ല ബിപിൻ, ശരിക്കും തിയേറ്ററിൽ പോയി കാണാനാണോ കൂടുതൽ ഇഷ്ടം, അതോ ഇതുപോലെ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലേ, ഇവിടെ ഇരുന്നിട്ട് സിനിമ കാണാനാണോ ശരി? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോകണ ഓഡിയൻസിന്റെ പൾസ് അറിയണമെങ്കിൽ അവിടെ തന്നെ. ശരിക്കും അത് നമ്മുടെ മൂവീസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ, ബാക്കി അല്ലെങ്കിലും ചിലർക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലെ സ്പേസിൽ ഇതുപോലെ ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് ഇങ്ങനെ മൂവി കാണാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊറോണ ടൈമിലാണ് എനിക്ക് ഹോം തിയേറ്ററിന്റെ ഒരു ഗുണം മനസ്സിലായത്. കാരണം ഞങ്ങൾ എഴുതാനിരുന്ന വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഞാനൊരു പ്രൊജക്ടർ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന സിനിമകൾ കാണുമായിരുന്നു. അതും ഭയങ്കര രസമാണ്. കാരണം നമ്മൾ കാണാത്ത പടങ്ങൾ ഉണ്ടാവില്ലേ തിയേറ്ററിൽ കാണാത്ത, ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന ഇംഗ്ലീഷ് മൂവികളൊന്നും നമുക്ക് ചിലപ്പോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇത്. ഈ ഒരു തിയേറ്ററിൽ ഇരുന്ന് ബിപിൻ ആദ്യം കണ്ട സിനിമ ഏതാ? അതാ മറ്റേ സോ അതാണ് കണ്ടത്. ഓക്കെ, എന്നാ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങിയാലോ? യെസ്. അതെ, വിഷ്ണു ഇപ്പൊ ഇവിടെ അടുത്താണോ? ഇല്ല, അവൻ പാലക്കാട് ഈസ്റ്റ് ടു സ്റ്റുജന്റെ പടം ചെയ്യുന്ന ചേച്ചി. ഓ, ധ്യാൻ ശ്രീനിവാസനും അവനും. ഇനി നിങ്ങൾ ഒരുമിച്ചുള്ള കൂട്ടുകെട്ടിൽ എന്താണ് നെക്സ്റ്റ് വരാൻ പോണത്? എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കഴിഞ്ഞ്. ഇനി അടുത്ത ആക്ടറെ കേൾപ്പിക്കണം, അതാണ് അടുത്ത പ്രൊജക്ട്. ഓ, ആരാന്നൊക്കെ ആയി വരുന്നു. അപ്പോൾ ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കേൾപ്പിക്കണ നടനെങ്ങാനും നോ അല്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് ചെറിയൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഞാന് കുറച്ച് നാൾക്ക് മുമ്പ് എനിക്ക് ലാസ്റ്റ് പടക്കൊക്കെ മാറിയോ? സംസാരിക്കാട്ടോ, അച്ഛനായിട്ടുള്ള സംസാരം കഴിഞ്ഞില്ലല്ലോ. കാരണം നമ്മുടെ ജോലി കഴിഞ്ഞ്. അല്ല, അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ഞാൻ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വിഷ്ണുവിന്റെ അടുത്ത് ബിബിന്റെ അടുത്തും ഒക്കെ ഞാൻ പോയി, ഞങ്ങൾ സംസാരിച്ചു. പിന്നെ എന്താ പറയാ, ഇടയ്ക്ക് മൂവീസിന്റെ പ്രൊമോഷൻ ഒക്കെ സമയത്തൊക്കെ ഞാൻ ബിബിനെ കാണുമ്പോഴൊക്കെ ഞാൻ ചെയ്യും, ബിബിനെ ഞങ്ങൾ വീട്ടിലേക്ക് വരട്ടെ. അപ്പൊ ഇടയ്ക്ക് അടുത്ത് പറയും, ചേച്ചി വീട്ടിലേക്ക് വരൂട്ടോ എന്നൊക്കെ എപ്പോഴും പരിചയത്തിന്റെ പുറത്ത് പറയുമ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഹോം ടൂർ ആയിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എന്റെ സ്വന്തമായിട്ടുള്ള മാളിക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഉടനെ തന്നെ റെഡിയാവും. അത് റെഡി ആയി കഴിഞ്ഞാൽ ചേച്ചിക്ക് തീർച്ചയായിട്ടും ഞാൻ വിളിക്കും, നമ്മളൊരു ഹോം ടൂർ ചെയ്യുന്നുള്ളത്. അങ്ങനെ എനിക്ക് തന്ന വാക്ക് ഇവിടെ ബിപിൻ പാലിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ആരാ ബിപിൻ ഇതുപോലെ വന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് ഇനി ഷൂട്ട് ചെയ്യാൻ പോണത്, ഹോം ടൂർ? സത്യം പറഞ്ഞ ഇനി അധികാരമില്ല ആരുമില്ല. കാരണം ഞാൻ ആകെ വാക്ക് കൊടുത്ത രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് എന്റെ സ്വന്തം അനിയൻ കാർത്തിക്, ഞങ്ങളുടെ ഫാമിലി ആളാ അവൻ ചെയ്തു. പിന്നെ ചേച്ചിക്ക് ഞാൻ അന്നേ പറഞ്ഞുതരാം, ചേച്ചി വരണം. എനിക്ക് ചേച്ചി അന്ന് വീട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ പോലും വിഷമിച്ചിട്ടാ പറഞ്ഞേ, കാരണം ചേച്ചിക്ക് ഹേർട്ടാവോന്ന് വിചാരിച്ചു. പക്ഷെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ വീട് വെക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചപ്പോ എനിക്ക് ശരിക്കും ഹൗസ് വാമിങ്ങിന്റെ അന്ന് നമ്മള് കുറെ ഓണത്തിന്റെ ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം വരാൻ പറ്റാതിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് വരാൻ പറ്റി. നമ്മുടെ ഒരു പ്രൈവറ്റ് ഭയങ്കര അധികം ആളും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വരാൻ പറ്റി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ശരിക്കും ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞ പോലെ തന്നെ വളരെ ഭയങ്കര ഒരു അഭിമാനത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിൽക്കുന്നത്. ശരിക്കും ബിപിന്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോ ഈ ഒരു സ്വപ്ന വീട്, ഇതിനെക്കാട്ടിലും വലിയ കുറെ സ്വപ്ന വീടുകളും സ്വപ്ന കാറുകളും. ഹാർഡ് വർക്കിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഒറ്റയ്ക്ക് ഇതൊന്നും നടാൻ പറ്റില്ല. ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നെന്ന് പറയുമ്പോ ആ പ്രൈസ് തന്നെ തെറ്റാന്ന് ഞാൻ എപ്പോഴാ. അതായത് എന്താ കാര്യം എന്ന് വെച്ചാല് ആർക്കും ഒറ്റയ്ക്ക് വഴി വെട്ടാൻ പറ്റില്ല. വഴി കാണിക്കാൻ ആളുണ്ടാവണം, മൺവെട്ടി എടുത്തു കൊടുക്കാൻ ആളുണ്ടാവണം, മണ്ണ് കോരിക്കളയാൻ ആളുണ്ടാവണം, വഴിയുടെ ഒപ്പം നടന്നു നീങ്ങാൻ ആളുണ്ടാവണം. അപ്പൊ ഈ സമയത്ത് ഞാൻ എൻ്റെ കൂടെ വഴിവെട്ടിയ അല്ലെങ്കിൽ ഈ വീട് ഉണ്ടാക്കിയ എല്ലാവരെയും ഞാൻ ഓർക്കണം. കാരണം അതിന് ഇപ്പൊ ചേച്ചി അടക്കമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ?
നൗഫലിക്ക, ബാബുച്ചേട്ടൻ, ബൈച്ചേട്ടൻ, പേരെടുത്ത് പറഞ്ഞാൽ കുറെ പേരുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് വിഷമം. അപ്പൊ ഈ വീട് പണിയാനായിട്ട് എല്ലാവരും ഒറ്റക്ക് നടക്കണ കേസല്ലായിരുന്നു. എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് നമുക്ക് സിനിമ വന്നവര്, അതിന്റെ പ്രൊഡ്യൂസേഴ്സ്, തീർച്ചയായിട്ടും എല്ലാവരും. അങ്ങനെ എല്ലാവരുടെയും ബിബിന് അതെല്ലാം ഇപ്പൊ ഒരു സ്നേഹം വെച്ചിട്ടുണ്ട്. അങ്ങനെ ബിബിന് ചെയ്യാൻ പറ്റിയ ഈ ഒരു സൂപ്പർ, ഈ ഒരു ഐശ്വര്യപൂർണമായ വീട്ടിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും എല്ലാം ഞങ്ങൾ നേരെയാണ്. എല്ലാം ഒരുപാട് നല്ല നല്ല പ്രൊജക്ട്സുകൾ, നല്ല നല്ല സിനിമകൾ എല്ലാം ഈ ഒരു വീട്ടിൽ നിന്ന് വിനി ഞങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കേട്ടോ. പാപ്പടു, താങ്ക് യു പറഞ്ഞ ചേച്ചിനോട് ഒരു ഉമ്മടുത്തേ. താങ്ക് യു. നല്ല മിടിക്ക കുട്ടിയാ.